അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വെള്ളിയാഴ്ച ദിവസം ജുമുഅയും അതോടൊപ്പം പെരുന്നാളും ഒന്നിച്ച് വന്നാൽ, സമ്മേളിച്ച് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തി മുജാഹിദ് വിഭാഗം പണ്ഡിതനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ അദ്ദേഹം ഉദ്ധരിക്കപ്പെട്ട 2 കിതാബുകളാണ്. ഒന്ന് നബവി തങ്ങളെ ഒരു കിതാബും അതേപോലെ തന്നെ ഇബ്നു ഖുദാമ തങ്ങളുടെ വേറൊരു കിതാബാണ് അദ്ദേഹം പ്രമാണമായി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 2 കിതാബുകൾ ഇദ്ദേഹം എന്തിനു കൊണ്ടുവന്നു എന്നുള്ളത് മുജാഹിദ് വിഭാഗം സാധാരണ ജനങ്ങളോട് പറയാറുള്ളത് ഖുർആന്, ഹദീസ് ഈ വിഷയത്തിൽ എന്തു പറയുന്നു എന്ന നിലപാടാണല്ലോ സാധാരണ അവർ പറയാറുള്ളത്. മാത്രമല്ല അവരെ ജനങ്ങളെ ക്ഷണിക്കലും ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കാണ്. ഈ 2 ഖുർആനും അയാൾ കൊണ്ടുവന്നിട്ടില്ല, അതേപോലെ തന്നെ തിരുസുന്നത്തും ഹദീസുകളും കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു നിലക്ക് അവരുടെ പ്രമാണം വെച്ച്, അവരുടെ മൻഹജ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഒരു പ്രമാണവും ഉദ്ധരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ അദ്ദേഹം കൊണ്ടുവന്നത് 2 കിതാബുകളാണ്, ഇബ്നു ഖുദാമ തങ്ങളുടെയും നവവി തങ്ങളുടെയും. അത് സാധാരണ അവർ പിന്നെ ചില വിഷയങ്ങളിൽ പാഠകിതാബുകളായി, ചില വിഷയങ്ങളിൽ ആ കിതാബുകളൊക്കെ പരിഗണിക്കാതെ പലപ്പോഴും വളരെ മോശമായിട്ടൊക്കെ പറയപ്പെടുന്ന ചില കിതാബുകളാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഖുർആനും തിരുസുന്നത്തും അവർ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ 2 കിതാബുകൾ ഈ വിഷയത്തിൽ പ്രമാണങ്ങളായി മാറിയത്, ഏതടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഇനി ഇവിടെ അദ്ദേഹം കൊണ്ടുവന്ന കിതാബ് തന്നെ, അതായത് മുഗനി തങ്ങളെ ഇബ്നു ഖുദാമ തങ്ങളുടെ കിതാബ് അദ്ദേഹം കൊണ്ടുവന്നു. അപ്പൊ ഞാനൊക്കെ വിദ്യാർത്ഥിയായ നിലയ്ക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്ത തരാം എന്ന ആമുഖത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വിഷയം തുടങ്ങുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന കിതാബിൽ തന്നെ കാണും ഫസ്ലുൻ, ആ ഒരു വിഷയം പറഞ്ഞിട്ട് കാണാം, വകാല അക്സറുൽ ഫുഖഹാഇ തുഹിബ്ബുൽ ജുമുഅത ലിഉമൂമിൽ ആയ വൽ അഖ്ബാരി ദാല്ലത്തി അലാ വുജൂബിഹ എന്നൊരു സെന്റൻസ് ഇബാറത്ത് നമുക്ക് കാണാൻ കഴിയും. ഈ ഇബാറത്തിൽ പറയുന്നത് എന്ന് വെച്ചാൽ വകാല അക്സറുൽ ഫുഖഹാ, ഫഖീഹന്മാരിൽ അധിക പണ്ഡിതന്മാരും, അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഇതൊരു ഫിഖ്ഹിയായ മസ്അലയാണ്. അപ്പൊ ഫിഖ്ഹിയായ മസ്അലയാകുമ്പോൾ ആ ഫിഖ്ഹിയായ മസ്അലകളിൽ മാഹിറായ ഇമാമിങ്ങളെയാണ് പരിഗണിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ. അപ്പം അധികരിച്ച പണ്ഡിതന്മാരും പറയുന്നു ജുമുഅ നിസ്കാരം നിർബന്ധമാണ് എന്നാണ്. എന്നിട്ട് അത് വെറും ഒരു തെളിവായിട്ടല്ല പണ്ഡിതന്മാർ പറയുന്നത്. കാരണം എന്നാ, ലിഉമൂമിൽ ആയ, ഒരായത്ത് ഉണ്ടായതിന് വേണ്ടി. രണ്ടാമത് പറയുന്നത് എന്താ, വൽ അഖ്ബാരി ദാല്ലത്തി അലാ വുജൂബിഹ, അത് നിർബന്ധമാണ് എന്നുള്ളതിൽ അറിയിക്കുന്ന അഖ്ബാറുകൾ ഉണ്ടായതിന് വേണ്ടി. ഈ ഒന്നാമത്തത് എന്താണ്, ഈ ആയത്ത് ഏതാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അതാണ് ഒന്നാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ അഖ്ബാർ എന്ന് പറഞ്ഞാൽ ഹദീസാണ്. ഏത് വിഷയത്തിൽ, അലാ വുജൂബിഹ, അത് നിർബന്ധാണ്, അതായത് പെരുന്നാൾ നിസ്കാരം ഉണ്ടായാലും ജുമുഅ നിർബന്ധാണ് എന്നുള്ള വിഷയത്തിൽ അറിയിക്കുന്ന ആയത്തുണ്ട്, ഹദീസുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ മുജാഹിദ് വിഭാഗത്തിന്റെ മൻഹജ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ അവര് പറയുന്ന വാദം ഇതിനെതിരാണ്. കാരണം ഒന്ന്, ആയത്ത് വന്ന് യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമയിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ജുമഅക്ക് വരണം. വൽ അഖ്ബാരി ദാല്ലത്തി അലാ വുജൂബിഹ, അത് നിർബന്ധമാണ് എന്നറിയിക്കുന്ന അഖ്ബാറുകളുണ്ട്. അഖ്ബാർ എന്ന് പറഞ്ഞാൽ തിരുസുന്നത്ത്. അപ്പൊ ഖുർആനും തിരുസുന്നത്തും അത് വുജൂബാണ് എന്നറിയിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം വായിച്ചതിൽ നിന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അത് വുജൂബല്ല എന്ന് വരിക? മാത്രല്ല, ഈ ഖുർആനിനും ആയത്തിനും ഹദീസിനും എതിരായി വന്നാൽ അത് എങ്ങനെയാണ് നിങ്ങൾ പിൻപറ്റുക? നിങ്ങൾ തള്ളിക്കളയണമെന്നല്ലേ നിങ്ങളെ മൻഹജ്. അപ്പൊ നിങ്ങൾ വായിച്ചതിൽ തന്നെ നിങ്ങൾക്ക് വൈരുദ്ധ്യാണ്, അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ നിലപാടുകൾ, ഇതിന്റെ വിശദീകരണം
ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ആയത്ത് നിങ്ങളായത്ത് ഓതിയിട്ടുണ്ട്, ആ ജുമാ സൂറത്തിൽ ആയത്ത് ഓതിയിട്ടുണ്ട്. വല്ല അഖ്ബാരി ദാല്ലത്തി അലാ വുജൂബിഹ, അത് നിർബന്ധാണ് എന്നുള്ളതിൽ ഹദീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹദീസിനെയും ആയത്തുകളൊക്കെ വിട്ടിട്ട് നിങ്ങൾ നബീതങ്ങളെ കിതാബുകളിലേക്കും അതേപോലെ തന്നെ മുബനീലക്കൊക്കെ പോവാണോ? അപ്പൊ നിങ്ങളുടെ മൻഹജ് അവിടെ പൊളിഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നത്. നിങ്ങൾ ജനങ്ങളെ ഖുർആനും തിരുസുന്നത്തിലേക്ക് വിളിക്കുക, എന്നിട്ട് നിങ്ങൾ ഈ നവീത്തങ്ങളെയും അതേപോലെ തന്നെ പണ്ഡിതന്മാരെ കിതാബുകളിലേക്കൊക്കെ പോവുക. ഇതെന്താണ് ഇതിലൂടെ നിലപാട്? ഇതിനെ കുറിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരു വിശദീകരണം തരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ സഹോദരന്റെ സംശയം, മഹാനായ ഇമാം ഇബ്നു ഖുദാമയുടെ കിതാബുൽ മുഗ്നി നാം വായിച്ചു. അപ്പൊ അതിലുള്ളത് ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളുടെ അഭിപ്രായം ഇബ്നു ഖുദാമ ഉദ്ധരിക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായം ജുമുഅ നിർബന്ധമാകുന്നു, അതായത് ആയത്തിന്റെ പൊതു താല്പര്യമനുസരിച്ച്. അതേപോലെ ജുമുഅ നിർബന്ധമാണ് എന്ന് പൊതുവായ ഹദീസുകളുണ്ടല്ലോ, ജുമുഅ നിർബന്ധമാണ് എന്ന് അറിയിക്കുന്ന ഹദീസുകളുമുണ്ട്. അപ്പോൾ ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് വളരെ ഫിഖിലൊക്കെ അവഗാഹമുള്ള ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെയാണ് ശക്തിപ്പെടുത്തുന്നത്, ബലപ്പെടുത്തുന്നത് എന്നാണ് ഇവിടെ സഹോദരൻ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സഹോദര. അതായത് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ഇവിടെ ഒരു മസ്അല പറയുന്നുണ്ട്. വഇൻ ഇത്തഫഖ ഈദുൻ ഫീ യൗമി ജുമുഅത്തിൻ സഖത ഹുദൂറുൽ ജുമുഅത്തി അമ്മൻ സല്ലൽ ഈദ ഇല്ലൽ ഇമാം. ഇതാണ് ഇബ്നു ഖുദാമന്റെ അഭിപ്രായം. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ഹംബലി മദ്ഹബുകാരനാണല്ലോ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പോലെയുള്ള അഇമ്മത്തുകളിൽ നിന്ന് സ്ഥിരപ്പെട്ട വീക്ഷണമാണ് ഇബ്നു ഖുദാമ ശരിവെക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നാം ഇത് ഉദ്ധരിക്കുന്നത്? ഇത് കേവലം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു അറബി വാചകം കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പോലെയുള്ള അനേകം അഇമ്മത്തുകൾ ഇവിടെ നാം തെളിവാക്കുന്ന ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം സമർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വഇൻ ഇത്തഫഖ ഈദുൻ ഫീ യൗമി ജുമുഅത്തിൻ, വെള്ളിയാഴ്ച ദിവസം പെരുന്നാളായി കഴിഞ്ഞാൽ സഖത ഹുദൂറുൽ ജുമുഅത്തി അമ്മൻ സല്ലൽ ഈദ, പെരുന്നാൾ നമസ്കരിച്ച് സംബന്ധിച്ചിടത്തോളം ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല, ആ ഒരു നിർബന്ധ ബാധ്യത അവരിൽ നിന്ന് ഒഴിവായി. ഇമാം ഒഴികെ, ഇല്ലൽ ഇമാം ഫഇന്നഹ ലാ തസ്ഖുതു അൻഹു, ഇമാമിൽ നിന്ന് ഒരിക്കലും ഈ ഒരു നിർബന്ധ ബാധ്യത ഒഴിവാകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇമാമ് ജുമുഅ നടത്തിക്കൊള്ളണം. പക്ഷെ പെരുന്നാൾ നമസ്കാരത്തിൽ ഈദിൽ പങ്കെടുത്ത മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല. എന്നിട്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ഇത് പല സലഫുകളുടെയും പൂർവികരായ സഹാബികളുടെയും താബിഈങ്ങളുടെയും അഭിപ്രായമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേരുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇവിടെ സഹോദരൻ ഉദ്ദേശിച്ച ഭാഗം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതായത് ഷാഫിഈ, അതേപോലെ ഹനഫി, മാലിക്കി, മറ്റുള്ള മദ്ഹബുകളിലൊക്കെ ജുമുഅ നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. അവിടെ തെളിവാണ് ഇവിടെ സഹോദരൻ വായിക്കുന്നത്. ലി ഉമൂമിൽ ആയത്തി വൽ അഖ്ബാരി ദാലത്തി അലാ വുജൂബിഹാ. അപ്പൊ അവിടെ തെളിവെന്താണ്? അതായത് പ്രമാണങ്ങളിൽ വന്ന ജുമുഅ നിർബന്ധമാണ് എന്ന് പൊതു ആയത്തുകൾ, ആയത്ത് ഹദീസുകളൊക്കെ ഉണ്ടല്ലോ, ആ പൊതു ആശയമാണ് അവർ തെളിവാക്കുന്നത്. എന്നാൽ ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ഇവിടെ സഹോദരൻ വിട്ടുപോയ ഭാഗം ഇവിടെ നാം പ്രത്യേകം ഉണർത്തുകയാണ്. എന്താണ്? വലന. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പോലെയുള്ള ഫുഖഹാക്കളുടെ ഭാഷയാണ്. അതായത് വ്യത്യസ്ത വീക്ഷണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് സ്വീകരിച്ച വീക്ഷണത്തിന് തെളിവാണ് ഉദ്ധരിക്കുന്നത്. വലന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീക്ഷണത്തിനുള്ള തെളിവുകൾ, പ്രമാണം എന്താകുന്നു? താഴെ ഉദ്ധരിക്കുന്ന ഹദീസുകളാണ്. അതായത് മുആവിയ റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു അർഖമിനോട് ചോദിച്ച ആ ഹദീസ് എന്താണത്? അതായത് റസൂലുള്ളാഹിന്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെരുന്നാളുകൾ ഒരുമിച്ചതായി താങ്കൾ സാക്ഷിയായിട്ടുണ്ടോ? സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്തത് റസൂലുള്ളാഹ്? സല്ലൽ ഈദ സുമ്മ റഖസത ഫിൽ ജുമുഅത്തി, ഈദ് നമസ്കാരം നടത്തി, എന്നിട്ട് ജുമുഅ നമസ്കാരത്തിന്റെ വിഷയത്തിൽ റുഖ്സ നൽകി. എന്ന് പറഞ്ഞാൽ ഇളവ് നൽകി. ഫഖാല മൻ ശാഅ അൻ യുസല്ലി ഫൽയുസല്ലി, ജുമുഅ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവന് ജുമുഅ നമസ്കരിക്കാം, അല്ലാത്തവന് ഉപേക്ഷിക്കാമെന്നാണ് അതിന്റെ മഫ്ഹൂം. മൻ ശാഅ അൻ യുജമ്മിഅ ഫൽയുജമ്മിഅ. അപ്പൊ ഇങ്ങനെയുള്ള ഹദീസുകളാണ് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് സ്വീകരിച്ച വീക്ഷണത്തിനുള്ള പ്രമാണം. അതുകൊണ്ടാണ് വലന, ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള
പ്രമാണം ഇതാകുന്നു എന്ന് പറഞ്ഞാൽ ജുമുഅ പിന്നീട് നിർബന്ധമാകുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ സഹോദരൻ വഖാല അക്സറുൽ ഫുഖഹാഇ എന്ന പറഞ്ഞ ഈ ഒരു ഭാഗം അത് വേറെ അഭിപ്രായമായിട്ട് ഇബ്നു ഖുദാമ ഉദ്ധരിച്ചതാണ്. അതല്ലാതെ അതൊരു തെളിവായിട്ട് അല്ലെങ്കിൽ ഇബ്നു ഖുദാമ റഹ്മഹുല്ലാ ബലപ്പെടുത്തിയ അഭിപ്രായമായിട്ട് ഒരിക്കലും അവിടെ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇബ്നു ഖുദാമ റഹ്മഹുല്ലാ സ്വീകരിച്ച ആ വീക്ഷണത്തോട് യോജിച്ച പ്രമാണങ്ങളാണ് താഴെ കൊടുക്കുന്നത്. അതായത് ജുമുഅ നമസ്കാരം ഉദ്ദേശിക്കുന്നവൻ നമസ്കരിക്കാം, അല്ലാത്തവന് ഉപേക്ഷിക്കാം എന്ന അർത്ഥം അറിയിക്കുന്ന ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകളാണ് താഴെ കൊടുക്കുന്നത്. ഇവിടെ സഹോദരൻ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഉസ്താദുമാർ ചെയ്യുന്നത് പോലെ കേവലം അറബി വാചകൾ ഉദ്ധരിക്കുക, ഇബാറത്തുകൾ വായിച്ച് തെളിവാക്കുക, ഈ ഒരു ശൈലിയല്ല നാം സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ച് നാം ഈ വിഷയത്തിൽ പ്രമാണമായി സ്വീകരിക്കുന്ന ഹദീസുകൾ, സഹീഹായ ഹദീസുകൾ, അവ സഹീഹാണെന്നും സ്വീകാര്യമായ ഹദീസുകളാണെന്ന് ഇമാം നവവി പറഞ്ഞല്ലോ. അതേപോലെ ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാ ഈ ഹദീസുകൾ ഉദ്ധരിക്കുകയും ഇവയെ പ്രമാണമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ഹുക്മ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ കേവലം ഒരു അറബി വാചകം തെളിവാക്കുക, പ്രമാണമാക്കുക എന്നത് ശരിക്ക് സലഫികളുടെ ശൈലിയേ അല്ല. എന്നാൽ ഒരു പണ്ഡിതൻ പ്രമാണങ്ങൾ ഉദ്ധരിക്കുകയും ആ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു വിശദീകരണം പറഞ്ഞാൽ നാം അതിനെ ആദരിക്കും, അത് ഉദ്ധരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഒരിക്കലും കേവലം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഹുക്ം നാം പറയുന്നില്ല. പണ്ഡിതാഭിപ്രായം യഥാർത്ഥത്തിൽ കേവലം പ്രമാണമല്ല. മാത്രമല്ല, ഇവിടെ സഹോദരൻ ഇവിടെ വഖാല അക്സറുൽ ഫുഖഹ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ബഹുഭൂരിപക്ഷം ഫുഖഹ എന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഉസൂല് പ്രകാരം ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളുടെയും അഭിപ്രായം ഹുജ്ജത്താണോ? മനസ്സിലാക്കണം, ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം കേവലം ഹുജ്ജത്തല്ല. ആ ബഹുഭൂരിപക്ഷത്തിൻ്റെ കൂടെ പ്രമാണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം അംഗീകരിക്കും. അതല്ലാതെ കേവലം ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അതൊരിക്കലും നിരുപാധികം തെളിവാകുന്നില്ല, പ്രമാണമല്ല. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത്, ഉസൂൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, അതായത് വഖൗലു അക്സരിൽ ഉലമാഇ ലൈസ ബിഹുജ്ജത്തിൻ, ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അത് ന്യായമല്ല, തെളിവല്ല എന്ന് ഉസൂൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ നാം ഈ വിഷയത്തിൽ ഉദ്ധരിക്കാറുള്ള ഹദീസുകളൊക്കെ പ്രമാണമായി അംഗീകരിക്കുന്നുണ്ട്, അവയെ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കിതാബുകളൊക്കെ നാം ഒരു വസീലയായി, ഒരു മാർഗമായി സ്വീകരിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിയത്. അതല്ലാതെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളോ പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളോ കേവലം ഹുജ്ജത്തല്ല. അതിൻ്റെ കൂടെ വ്യക്തമായ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പിൻബലമുണ്ടെങ്കിൽ തീർച്ചയായും നാം ഉദ്ധരിക്കും, അത് അംഗീകരിക്കും. വല്ലാഹു അഅലം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.